ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ മുതൽ നല്ല മഴ, രാവിലെയല്ല രാത്രിയിലെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. തുലാമാസമൊക്കെ ഏകദേശം ആകാറായില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ തുടക്കം പോലെ മഴയും തുടങ്ങി. പിന്നെ പിള്ളേർ രാവിലെ സ്കൂളിൽ പോയി, ഞങ്ങളുടെ രാവിലത്തെ പണിയെല്ലാം ഒതുങ്ങി. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് കഴിക്കാനായിട്ട് സാമ്പാറുണ്ടായിരുന്നു. രാവിലെ ചപ്പാത്തി ആയിരുന്നപ്പോൾ അതിനോട് സാമ്പാർ വെച്ചു. പിന്നെ തോരൻ വെക്കാനായിട്ട് ഇച്ചിരി വൻപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. ഇപ്പോൾ പയർ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങ ചിരണ്ടി, ഇനി കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, കാരണം പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തേങ്ങ ചിരണ്ടി കുറച്ച് നമുക്ക് ചതയ്ക്കാനായിട്ട് തേങ്ങ, ഇച്ചിരി ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളകില്ലായിരുന്നു, ഞാൻ പിന്നെ 2 ചുമന്ന മുളകാണ് ചതയ്ക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. എരി വേണമെന്നുണ്ടെങ്കിൽ 2-3 മുളകും കൂടെ എക്സ്ട്രാ നമുക്ക് എടുക്കാം. ഇത് ഞാൻ കുറച്ച് പയറേ എടുക്കുന്നുള്ളൂ. കുറച്ച് കുഞ്ഞിന് ഞാൻ അല്ലാതെ തിന്നാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് കാരണം കുറച്ച് പയർ എടുത്തുകൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ തേങ്ങ ചതച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചീനിച്ചട്ടി ഒന്ന് ചൂടായ ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ വെള്ളശകലം കൂടെ പറ്റാനുണ്ട്. അപ്പോൾ അതൊന്ന് പറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണേൽ കടുക് വറുത്തിട്ട് വേണേലും ചെയ്യും. ഇതിപ്പോൾ കടുകൊന്നും വറക്കണ്ട, തോരനില്ല, കടുകൊന്നും വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ തേങ്ങയും പയറും കൂടി ഇട്ടങ്ങ് ഒന്ന് വെള്ളം തോർത്തി എടുത്താൽ മതിയേ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ വേകാത്ത പോലുണ്ട്. 5-6 വിസിൽ വന്നതാണ്. പക്ഷേ വൻപയർ അല്ലേലും എപ്പോഴും ഇങ്ങനെ എത്ര വിസിൽ വെച്ചാലും ചില സമയത്ത് വേഗത്തില്ല. എന്നാലും ഒരുപാട് കുഴഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ഇടയ്ക്കിങ്ങനെ കടുകട കടിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഒരുപാടങ്ങ് ഇതായില്ല. പിന്നെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സമ്മന്തിക്ക്. കുറേ നാളെ ഒന്ന് സമ്മന്തിയൊക്കെ ഒന്ന് ചുട്ടിട്ട്. അപ്പോൾ പിന്നെ അടുപ്പിൽ തീയില്ലായിരുന്നു, രാവിലെ കത്തിച്ചുകൊണ്ട് തീയെല്ലാം കിട്ടുമ്പോൾ ഞാൻ പിന്നെ ഗ്യാസിൽ തന്നെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 മുളകുണ്ടായിരുന്നു. ഇച്ചിരി ഏറെ തേങ്ങ എടുത്ത കാരണം 4-5 മുളക് ഞാൻ ഗ്യാസിൽ തന്നെ ഞാൻ ചുട്ടെടുത്തു. സാധാരണ ചീനിച്ചട്ടി വറുക്കും. ചീനിച്ചട്ടി വറുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് എത്തിയിട്ടാകുമ്പോൾ ആ ഒരു ചുട്ട മണം വരണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. മുളകെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലിലൊന്ന് സമ്മന്തി അരയ്ക്കാൻ. ഇനി കുറച്ച് പുളിയും വെളുത്തുള്ളി ഇല്ലായിരുന്നു. പിന്നെ പുളിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ആദ്യം ഒന്ന് മുളകും ഇട്ട് ചതച്ചെന്നെടുത്തേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളമായി പോകും. കുഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പം മഴയായതുകൊണ്ട് രാവിലെ നേരത്തെ പിള്ളേർ പോകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിയും കഴിപ്പെല്ലാം കഴിഞ്ഞ് നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. കുളിച്ച് കഴിയുമ്പോൾ മോള് നല്ലപോലെ ഉറങ്ങും. അപ്പോൾ 2-3 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പണി നടക്കും. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളായിരുന്നു. അത് കാരണം കുറച്ച് ഞങ്ങൾ മാത്രമേ ഇല്ലേ ഉള്ളൂ. വൈകിട്ട് ഇനി വേറെ വെക്കണം. ഇനിയിപ്പോൾ ഉച്ചക്കത്തേന് മാത്രമുള്ള സമ്മന്തിയാണ്. അപ്പോൾ സമ്മന്തി നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം മിക്സിയേക്കാളും കല്ലിൽ അരയ്ക്കുന്ന സമ്മന്തിയാണ് കൂടുതലിഷ്ടം. കല്ലിവിടെ കിട്ടിയ പിന്നെ ഇന്നും ഇപ്പോൾ കല്ലിലര എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം. അല്ലാത്തപ്പം എല്ലാം ധൃതി വെച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മിക്സിയിലോട്ടങ്ങ് അരയ്ക്കും. നമുക്കതിന് കല്ലിൽ അരയ്ക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. കല്ലിൽ അരയ്ക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെ, ചോറുണ്ണാൻ തോന്നും നമുക്ക്. അങ്ങനെ എൻ്റെ സമ്മന്തി ഇവിടെ ആയി വന്നിട്ടുണ്ട്. തണുപ്പില്ല. അപ്പം ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത്. നല്ല തണുപ്പില്ലായിരുന്നു, മഴ ആയതുകൊണ്ട്. അങ്ങനെ കുളിച്ചിട്ട് വന്നാണ് പണിക്കെല്ലാം നിന്നത്. ഇനി വിശക്കുന്നുണ്ട്. ഞങ്ങളിത് കഴിക്കാനായിട്ട് ചോറ് വിളമ്പി. അപ്പോൾ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു. ചപ്പാത്തിക്ക് രാവിലെ സാമ്പാറായിരുന്നു പിള്ളേർക്ക് കൊണ്ടുപോകാൻ വെച്ചത്. ഇപ്പോൾ സാമ്പാറും പിന്നെ വൻപയർ തോരനും സമ്മന്തി എല്ലാം കൂടെ കൂട്ടി ഉച്ചയും അങ്ങനെ അങ്ങ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.